എടാ ശിവ, നന്നായിട്ട് തേക്കണം കേട്ടാ, ഒരു കൊല്ലത്തെ ചെളി കാണും. സമാധാനപ്പെട്ട് ചേട്ടാ. എടാ ചൊക്ക, വെള്ളം എടുക്കടാ. സാർ വരെ ഇനിയും സമയം എടുക്കൂടാ. ചേട്ടനെ 2 വീശ സമയായി. നീ പതുക്കെ കഴിയാൻ പറ്റും ശിവ. എടാ മുത്തു, നീ വലിയ ആളാവണ്ട. ഈ കൊട്ടേഷൻ ഒപ്പിക്കാൻ ഞാൻ പെട്ടപാടെ എനിക്കേ അറിയൂ. സാറ് വരുന്നതിന് മുമ്പ് പണി തീർന്നില്ലെങ്കിൽ കാശിന്റെ കാര്യം ഞാനേക്കൂല. ചേട്ടാ, ഞങ്ങൾ പണി തീർക്കണോ ഇറങ്ങണോ? ഡാടാ, നീ ഉടക്കാൻ നിക്കല്ലേ. പിന്നെ കാക്കത്ത് കെട്ടത്തിന്റെ പാടൊന്നും കാണല്ലേ. ചക്രാണേട്ടാ, ചെളിയെല്ലാം പോയി. ഇത് അവസാനത്തെ കഴുകല, ഞങ്ങള് നിർത്തി. ചക്രാണേട്ടാ, നമുക്ക് ആ പുരുഷനൊന്ന് കൊളിപ്പിച്ചെടുത്താലോ? എങ്കി ഒഴിയടാ ഒരു ബക്കറ്റ് വെള്ളം. ഇതിലൊന്നും നിക്കത്തില്ലടാ, ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവൻ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുളിച്ചിട്ടില്ല. ആ ഹലോ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എത്താം. ആ രാവിലെ വലിയ മടുപ്പാ. നാളെ ഗാന്ധി ജയന്തി അല്ലേ, ഇവിടെ അല്പം തിരക്കുണ്ട്. ആ ഒരു മിനിറ്റ് ഡേയ്, നാളെ ഒരു ദിവസത്തെ പരിപാടിയല്ലേ, ഇത്രയും വൃത്തിയാക്കിയതൊക്കെ മതി. ഹലോ, ആ ഇവിടെ അല്പം പണി നടക്കുക. ഇനാഗ്രേഷൻ മുഖ്യമന്ത്രി തന്നെയാ. ആ അങ്ങേരുടെ സ്വഭാവം അറിയാലോ. ഇവിടെ എങ്ങാനും വല്ല പപ്പും പൂടയും കണ്ടാ മതി, ഞാൻ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ ശരി ശരി, ആ ഞാൻ എത്താൻ നോക്കാം, നിങ്ങൾ തുടങ്ങിക്കോ. ആ വേഗം കഴിയിട്ടറ. സോറി സാറേ, പിള്ളേരല്ലേ. ആ പിന്നെ എന്തായി? ഒരു കൊല്ലത്തെ ചെളിയല്ലേ സാറേ, പിള്ളേര് കുറെ പാടുപെട്ടുട്ടാ. താൻ പാടുപെട്ടില്ലല്ലോ. ഇത് പോരെ സാറേ? പോരെ, പേഴ്സണാണോ? 1/2 മണിക്കൂർ നേരത്തെ പണി, താനാണ് കൊള്ളാലോ. പറഞ്ഞ സമയത്ത് പണി തീർത്ത് തന്നില്ലേ സാറേ? പിള്ളേർക്ക് കൊടുത്ത് എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാറേ? ആ അതൊക്കെ മതി. ഇച്ചതണ്ടി. എടാ, 2 ഗാന്ധി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു ഗാന്ധി നിങ്ങൾക്ക്, ഒരു ഗാന്ധി എനിക്ക്. അപ്പ മുത്തുവിന് ഒരു ഗാന്ധി കൊടുക്കും. എടാ, നിങ്ങൾ 3 പേരും ഷെയർ ഇട്ടെടുക്ക്. പണിയെടുക്കാൻ ഞാനും കാശ് അടിക്കാൻ ചേട്ടനും. എടാ, പണി ഏത് പോലീസുകാരനും ചെയ്യാം. കൊട്ടേഷൻ നിങ്ങൾ പിടിക്കുക. കൊട്ടേഷൻ വേണേ ഞങ്ങളും പിടിക്കും. എടാ നിക്കടാ പിള്ളേരെ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാന്നേ. ആ അങ്ങനെ വഴിക്ക് വാ. ആ ചില്ലറയാണല്ലേ, ഞങ്ങക്ക് വേണ്ട. ചേട്ടൻ നോട്ടിട്. മുത്തൂനൊരു പാർലമെന്റ്. എന്നാലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ജയ് ഹിന്ദ്. കുട്ടു, നിനക്ക് ഈ പൂവിന്റെ മണം കിട്ടണ്ട. കള്ള പിള്ളേര് പറിച്ചുകൊണ്ടാണ്ട് നോക്കണം. ഇതിലൊരെണ്ണം പോയാൽ നിനക്ക് ചോറ് തരില്ല. ആ പൊറോട്ട നോക്കിയേട്ടാ, എന്ത് രസാ. കൊള്ളാം. നീ ഇതിനു വല്ലതും കൊടുത്തോ? കൊടുത്തില്ലേ, അവനിങ്ങനെ നിക്കോ. നീ വെള്ളം എടുത്തില്ലടി? ഞാൻ ഇപ്പഴാ സ്കൂളിൽ നിന്ന് വന്നേ. എന്നാ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം.
എ ബി സി ഡി. ഒന്ന് പതുക്കെ വായിക്കടി പെണ്ണെ. ചേട്ടൻ ഇങ്ങ് വന്നേ. ചേട്ടനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. എ ഇത് ബി, ഇത് സി. ഡി കൊച്ചേ, നീ അവനെ പഠിപ്പിക്കാനും നോക്കണ്ട, നീ വല്ല പഠിക്കാൻ നോക്ക. ഡി ഇ എഫ് ജി. എടി മല്ലി, നീ എത്രാം ക്ലാസ് വരെ പഠിക്കും? ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കും. അപ്പുറത്തെ രമ ചേച്ചി 5ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. പിന്നല്ലേ നിന്റെ 10ാം ക്ലാസ്. ഡാടാ നീ നിർത്ത്. 1ാം ക്ലാസ്സിൽ നിന്ന് എന്നെ കൊണ്ട് ചേർത്തപ്പോ നീ 10 ദിവസമല്ലേ പോയുള്ളൂ. 11ാം ദിവസം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ നീ ഓടിപ്പോയതല്ലേ. എന്നിട്ട് നീ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ലല്ലോ. ആ കൊച്ചെങ്കിലും പഠിക്കട്ടെ കേട്ടാ. അയ്യോ ചേട്ടൻ കള്ളാലോ. ഇനി ഒന്നും വേണ്ടണ്ട. ആ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ചൊക്കൻ എവിടെയാടാ? അവനും മുത്തും കൂടെ സിനിമയ്ക്ക് പോയി. രമ വന്നില്ലേ ചേച്ചി? അവൾ ആ ടീച്ചറിന്റെ വീട്ടിൽ ടിവിയുടെ മുമ്പിൽ കുത്തിയിരിപ്പാ. അവർ തന്നെ സിനിമാ പ്രാന്ത്, മറ്റവർക്ക് ടി വി പ്രാന്തു. അമ്മേ നമുക്കൊരു ടിവി വാങ്ങണേ. ഓ നിനക്കിപ്പോ ടിവിയുടെ കുറവും കൂടിയുള്ളൂ. ഈ അമ്മയുടെ ദേശം അടുപ്പിനോടോ അതോ ടിവിയോടോ? അയ്യോ ലേറ്റ് പോയില്ലോ. അതെല്ലാം എറിഞ്ഞു പൊട്ടിക്കാതടാ. വിടാനാ പറഞ്ഞത്. എടുത്തോണ്ട് പോതള്ളേ പാത്രങ്ങള്. എടാ ഒറ്റക്കാല നീ മുടിഞ്ഞു പോത്തേ ഉള്ളടാ. അയ്യോ എന്റെ പാത്രങ്ങളെല്ലാം തല്ലി പൊട്ടിച്ചേ. നീ മുടിഞ്ഞു പോവടാ. ജോലി കഴിഞ്ഞു വന്നാ ഒരു സ്വൈരം തരില്ല ഈ തള്ള. ജോലി തെണ്ടലല്ലേടാ നിന്റെ ജോലി. അയ്യോ എന്റെ പാത്രങ്ങള്. പാത്രമല്ല എന്റെ തന്നെ ആടാ. അതിലാണല്ലോ നീ മടപടാന്ന് തിന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട് എന്റെയാ. ഇറങ്ങിക്കോ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. നിങ്ങളെ ആര് നോക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഇവന് ഞാൻ എത്ര തോറും കറിയും ഉണ്ടാക്കി കൊടുത്തതാ. ആരും ഇല്ലാത്തവനാണല്ലോ എന്ന് കരുതി കൊടുത്തിട്ട് വയസ്സാം കാലത്ത് എനിക്ക് ഈ ഗതിയാണല്ലോ വന്നത്. എന്താടാ ചക്രപാണി, എന്നും ഉടക്കാണല്ലോ. അവൻ വെള്ളം അടിച്ചോണ്ട് വന്നാൽ നിങ്ങൾക്കെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? നീ നിന്റെ ആ കോപ്പൊന്ന് നിർത്തുന്നുണ്ടോ? ഒരു മര്യാദക്കാരൻ വന്നിരിക്കുന്നു. ചേട്ടാ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ അവിടെ നോക്കിക്കാതെ ഇങ്ങോട്ട് വാ. മുടിഞ്ഞവനെ, നിന്റെ ഉള്ള കാലം കൂടെ ആരെങ്കിലും തല്ലി ഓടിക്കും. നോക്കിക്കോ. ആ എന്റെ ഒരു ഒരുക്കം. സ്കൂളിൽ പോകാൻ സമയമായിടി. ദാ ശിവ, ആ കിളിയൊക്കെ പിന്നെ നോക്കാം. ആ കൊച്ചിനുള്ള ചോറെടുത്ത് വെക്ക്. ചെല്. രമേ റെഡി ആയില്ലേ? എടി രമേ നിക്കടി, ഞാനും വരണേ. ചക്രപാണി ചേട്ടൻ പതുക്കെ വന്നാ മതി. ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഓ രാവിലെ തന്നെ സ്വൈരം തരൂല്ലോ. ആ പൊട്ട പട്ടിയൊന്നും അടച്ചു വെക്കുന്നല്ലേ. നിന്റെ പറമ്പിലാണോടാ എന്റെ കടയിരിക്കണത്? നീ വേറെ എവിടെങ്കിലും പോയി പഠിക്കണം. ഓ ഈ തള്ളയോടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഓ ചേട്ടാ ഒന്ന് പെട്ടെന്ന് തീർക്കാം, എനിക്ക് പണിക്ക് പോകാനാണെന്ന്. നിന്റെ കാര്യം നടക്കണമെങ്കിൽ നീ വേറെ വല്ല എന്റെ അടുത്തും പോയി പഠിക്കും. നേരം കളയാണ്ട്. ഓ അലമ്പ്. ചേട്ടാ ഒന്ന് ഉടക്ക് നിർത്തിയിട്ടൊന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ടോ? അവൻ ഒരാളെ കിട്ടിയ പിന്നെ 4 കാലല്ല. ഓ ഇനി നീ പോടാ ചെറുക്ക. തള്ളേ ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ആ സ്കൂളിൽ മണി അടിച്ചടി വെക്ക ഓടി പൊടി വേണേ. എടാ ശിവ, എന്നെ കൂടി കൊണ്ടുപോടാ. അവനെ അങ്ങോട്ട് ചുമന്ന് മാറ്റടാ.
നേരമാക്കി. ഇതുവരേക്കും ലോഡായിട്ടില്ല. എടേ ശിവ, ഇന്ന് ലോഡ് പോവോ? എടേ സെൽവരാജ്, ഇടിച്ച വണ്ടി ഇറക്കതുക്ക് എന്നെ ചെയ്യലാം? ലഞ്ചം കൊടുത്തിട്ടും മുതുക പാട്ടെങ്കറ. அங்க உள்ள சர்க்கிள் புதிய ஆளு. இந்த லோடு எந்த வழியை கொண்டு போலாம்? பாலக்காடு ஒரு ஷார்ட் கட் இருக்கு. ஆனா போறதுக்கு கொஞ்சம் கஷ்டம். டேய், கள்ளத்தடுத்து நிறுத்தி உடம்பாசச்ச வேலையே சோம்பേറി പശങ്ക. ഈ പ്രാവശ്യം സ്വാമിയുടെ പരിപാടി നടക്കൂല. ശരിക്കും തൊട്ടിറക്കേണ്ടി വരും. വെറുതെ ഇരിക്കണതാ വെടക്ക് സ്വാമി കണ്ടാട്ടാ. டேய் முருகா, வெயிட் நம்மள பிளானிலே போதும். அதை குறிச்சு கோயம்புத்தூர்காருக்கு சந்தேகம் இருக்கு. எனக்கு இங்க சும்மாவா தராங்க? அவன் இல்லாத வேற ஒருத்தன். அதுதான் சுவாமியோட பாலிசி. അത് പിന്നെ അറിയാലോ സ്വാമി. வாய் பார்த்துக்காம வேலை செய். பிடிச்ச வண்டி செக் போஸ்ட்ல கிடக்குறது. வண்டி அறுக்கணும் ஹைகோர்ட்ல போகணும். எவ்வளவு பைசா கொடுத்தாலும் இவற்றகளுக்கு போகாது. விளையாட்டு சாமி கிட்ட வேணும். മുതലാളി ചോറ് വാങ്ങണ? எனக்கு வேண்டாம், நீ போ. நின்று ஒரு சாப்பாடு போடா. എടാ മുത്തു, നീ ആ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത. നല്ല കിടിലൻ തണുപ്പ്. നിനക്കാണേ കുടിച്ചോ. என்னடா இது, இங்க பாட்டு பாட வந்திருக்கியா? மனுஷனுக்கு செவி அடக்கிறது. ஒரு சத்தவங்க கேட்க கூடாது. இங்க எவ்வளவு வேலை இருக்கு. എന്റെ കുമാരേട്ടാ, അവിടെ കടന്ന് കറങ്ങാതെ എന്നെ ഒന്ന് സഹായിക്കേ. പിന്നെന്താ? എപ്പോഴാ ഇവിടത്തെ പണി തീരുന്നേ? ഈ അസുഖം വെച്ചോണ്ടല്ലേ ലത ഇക്കണ്ട പണിയെല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ് കുമാരൻ ചേട്ടാ, ഞാൻ ഓർമ്മ വച്ചപ്പോ തൊട്ട് പണിയെടുക്കണേണ്. രക്ഷപ്പെടണുണ്ടോ? അതുമില്ല. ഈ അസുഖം എന്നെയും കൊണ്ടേ പോകൂ. അസുഖം വരാത്തത് പാർക്കാ. സമയത്തിനും കാലത്തിനും മരുന്ന് കഴിക്കണം. മരുന്നൊക്കെ കഴിക്കണുണ്ട്, എന്നാലും പണി ഇതൊക്കെ തന്നെയല്ലേ. എത്ര ചെയ്താലും ഇവിടത്തെ പണി തീരില്ല. പണിയെടുക്കാൻ എനിക്ക് ഒരു മടിയില്ല കുമാരൻ ചേട്ടാ. ആ, നമ്മൾ എത്ര പണിയെടുത്താലും ആ ചേച്ചിക്കൊരു തൃപ്തിയില്ല. ആ, ചേച്ചിയാന്ന് തോന്നുന്നു. എന്നെ ഗേറ്റ് കണ്ടില്ലെങ്കിൽ ഇനി അത് മതി. എടാ, ആ 120 പാർട്ടി പെശകാന്നാ തോന്നുന്നു. എടാ വേണ്ടാട്ടാ, നോക്കി ഇന്നാ നിനക്ക് കൊള്ളാം. നീ വല്ല പാറ്റം പല്ലേം കൊല്ലം നോക്ക്. പാർട്ടികൾ വരും പോവും. നീ ഇതിന്റെ പണി നോക്ക്. നീ പോടാപ്പാ. 5 സ്റ്റാർ ഹോട്ടലിൽ കയറി പൊളിച്ച് നടന്നപ്പോ ഇങ്ങനെ ഒരു പണി കിട്ടുന്ന വിചാരിച്ചില്ലല്ലോ പാറ്റക്കൊട്ടാ. നിനക്ക് കിടക്കവിടെ. ഇപ്പൊ ഇതിനകത്ത് വല്ലതും കാണൂ? എന്റെ പള്ളി. ഓ, ഇതൊക്കെ അടിക്കണവന്റെ ഒരു ഭാഗ്യം. ചേട്ടാ, ഞാൻ പോണു. നീ എവിടെ നില്ലടാ? ചേട്ടന് ഒന്നടിക്കാനുള്ള ആളെ കിട്ടും. എനിക്ക് 2 ടിക്കറ്റ് കിട്ടില്ലെങ്കിലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റൂല. ഒന്നേ വഴിക്ക് അല്ലെങ്കിൽ വർത്താനം കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഈ 100 പഠിക്കാൻ കുറെ സമയം എടുത്തു.
ചേട്ടന് തിരക്കാണ്, ചെയ്തതിന്റെ കാശ് എന്നിട്ട് പോയിക്കോ. ആ ഷൺമുഖ, ഇതൊന്നും നോക്കടാ. എന്റെ ചേട്ടാ 2 നമ്പർ തെറ്റി. അടുത്ത തവണ ഉറപ്പാ. ഒരെണ്ണം എടുക്ക്. നിന്റെ ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ചേട്ടന്റെ തലവരെ പഠിക്കില്ല. അത് ഞാൻ വിചാരിച്ചാ മാറൂല. എനിക്ക് തോന്നുന്നു അവന്റെ ടിക്കറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. നീ ഒറിജിനല്ല വഴിക. ഹലോ ഹലോ ഹലോ, അലമ്പ് ദിവസാണ്. ചില്ലറയുള്ള ഒരു ദണ്ടീനെയും കാണുന്നില്ലല്ലോ. ഓടാ പക്ഷി കഴിവ് ഇരുന്ന് തൂർണവന്റെ തലയിൽ പറന്നു തൂർണ. ഇവിടെയാണ് മനുഷ്യൻ തോറ്റുപോണതപ്പാ. എടാ കലണ്ടറേ, ഇന്നെന്റെ സമയം ശരിയല്ല ഏട്ടാ. ഞാനൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. മലയാളത്തിലെ മണ്ണുജു വന്നത് മുറുക്കി തുപ്പിട്ടല്ല, ജന്മികൾ മുറുക്കി തുപ്പിട്ടല്ല. കുയില, എടാ പാണ്ടി, എവിടെടാ പലിശ? കുറെ നാളായിട്ട് നീ എന്നെ കളിപ്പിക്കണാണല്ലോ. ചേട്ടാ ഞാൻ അങ്ങോട്ട് വരാതിരിക്കണായിരുന്നു. ഓ, അങ്ങോട്ട് വരാനായിട്ട് നീ ഇവിടെ ഇരിക്കണായിരുന്ന? ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ അധികം ഇരിക്കത്തില്ല. കാശട് കാശട്. ബാക്കി എവിടെടാ? കാര്യമായ പണിയൊന്നുമില്ല മച്ചു, അതുകൊണ്ടാ. എനിക്കും പണി കുറവാ. എനിക്കിട്ട് പണിയല്ല കേട്ടാ. 2 ദിവസം നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി, എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ല കേട്ടാ. ആ എടാ, നിങ്ങ വന്ന നന്നായി. ഈ സ്ഥലം പോരടാ, ഒരു സാധനം തടയണില്ല കേട്ടാ. എന്തു പറ്റിയേട്ടാ? നിങ്ങ എന്നെ കച്ചേരിപ്പടി കൊണ്ടുപോയാക്ക്. ഇവിടത്തെ കസ്റ്റമേഴ്സ് ശരിയല്ല കേട്ടാ. വന്നോളൂ, നമുക്ക് എണിയായി. അള്ളേ, ഈ ഏരിയയില് കംപ്ലീറ്റ് തെണ്ടികളാണ് കേട്ടാ. ഓ, ഈ ലോകത്ത് തെണ്ടിയല്ലാത്ത ഓരോരാളേ ഉള്ളൂ. അതാര്? ചേട്ടൻ. കച്ചേരിപ്പടിയൊക്കെ നല്ല മറൈൻ ഡ്രൈവ് ഏട്ടാ. വെറുതെ തോന്നുന്നാണ് മോനെ. നിങ്ങ എന്നെ കച്ചേരിപ്പടിയിലാക്കിയാ മതി. എന്റെ സുനിയപ്പൻ ചേട്ടാ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേന്ന്. എടി രമേ, നിന്റെ പുറകെ നടക്കാനും ആരെങ്കിലും വേണ്ടടി. എന്റെ ചേട്ടാ, എന്റെ കൂടെ നടക്കാനുള്ള ആളെ വീട്ടുകാര് നോക്കണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. ഉവടി, അത് ഞാൻ എപ്പ പൊളിച്ചടുക്കി നോക്കിയാ മതി. അതിപ്പോ നടക്കും. ചേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരല്ലേ? ഓ, നിന്റെ അമ്മ. എടി, ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട്. ഓ, നിന്റെ ഒരു ജോലി കരിമുഖം കൊണ്ടുള്ള ജോലിയല്ലേ? എടി, ഇത് ഹോട്ടലാ. AC എന്ന് പറഞ്ഞാ ഊട്ടി പോലിരിക്കും. 4 മാസം കൊണ്ട് നീ വെളുത്ത് തൊടുത്തിങ് പോരൂല്ലേ? ചേട്ടൻ വെറുതെ പുളു പഠിക്കില്ലേ? സുനി, എന്ത് പാർട്ടിയോ? ഇന്ത്യനോ ഫോറിനോ? ഹാ, എന്നാത്തൊരു ചിക്കലി അടയും. സമയത്തിന് ഞാൻ എത്തിയേക്കാം. എടീ, നീ എന്റെ ഒരു വില കേട്ടോടി. ഓവർ ടൈമിന് എന്നെ വിളിക്കണാണ്. ഞാൻ ബിസിയാ. പിന്നെ നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഏറ്റി. പോയാലും വേണ്ടില്ല, എടുക്കുന്നത് മുഴുവൻ കുടിക്കും. നിന്റെ അച്ഛനാടി നിങ്ങ എന്തിനാ പിടിക്കണേ? അവരെ അടിച്ചു തീർക്കണ്ടാ. ഇതിനൊക്കെ കാരണം. ഓ, അത് ശരി. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പുഴ കത്തുമ്പോ വാഴ വെട്ടുന്നത് കാണാൻ നല്ല രസമാണല്ലേ? അയ്യോ, കെട്ടിക്കാൻ പ്രായം വരെ പെണ്ണ് നിൽക്കുമ്പോഴാ നിങ്ങളുടെ ഒരു കളി.
നിങ്ങൾക്ക് നാണോ മനുഷ്യ? അച്ഛാ അച്ഛാ എണീക്ക്. അച്ഛാ 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 ഈ കുടിയന്മാരെല്ലാം തൊലഞ്ഞെങ്കിലേ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എടി രമേ, അച്ഛൻ അവിടെ കിടക്കട്ടെ, നിങ്ങൾ ചോറ് നിന്ന് കിടക്കാൻ നോക്ക്. ചെല ചേച്ചി. അച്ഛാ അച്ഛാ അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ തുടങ്ങണേ? രമേശ് ചേട്ടാ, ഓ ദാ ഒരു ഏണി വരണുണ്ട്, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ നോക്കിക്കോളാം. എടി പെണ്ണ, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ. ചേട്ടൻ വന്ന കാര്യം പറ. അതെ, നാട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സുനിയപ്പൻ ആളൊരു കോഴിയാ, നീ പെട്ടേക്കല്ലേ. അവന് സ്റ്റാർ ഹോട്ടലിലാ പണി. എന്ത് പണി? പല്ലിയും പാറ്റയും കൊല്ലല്. അവനൊരു എട്ടുകാലിയാണ് കേട്ടാ. അവൻ എട്ടുകാലിയാണെ വലയും കെട്ടി ഇരിക്കുകയുള്ളൂ. പെണ്ണെ, അവൻ പെശക. നീ അവന്റെ വലയപ്പെടൂല്ലെന്ന് എനിക്കറിയാം. ഇന്ന് കളക്ഷൻ ഭയങ്കര മോശം. നിന്റെ വല്ല ഉണ്ടാ? എന്റേലൊന്നുമില്ല. ചേട്ടൻ തരാനുള്ള ആദ്യം താ. ഓ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലേ. എല്ലാം കൂടി പലിശ അടക്കം ഒരുമിച്ച് തന്നേക്കാം. നീ ഇപ്പോ അത്യാവശ്യം ഒരു 50 മണി സിംഗ. നീ ഇത് കണ്ട തൽക്കാലം വേറെ ഒന്ന് മാറട്ടെ. അയ്യ, ചേട്ടൻ എന്റെ അച്ഛനെ കുടിപ്പിക്കുന്നേ. എന്തായാലും സ്വന്തമായിട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ? ഓ, 5 പൈസ ഞാൻ തരില്ല. എടി, നിന്റെ ബാഗിൽ ഉണ്ടല്ല. ആ ഉണ്ട്, പക്ഷെ അത് കിട്ടുന്ന വിചാരിക്കണ്ട. എടി പെണ്ണെ, ഒരു 50. ഓ ശല്യം, മേലെ എന്റെ അടുത്ത് വരരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കാലം വരാൻ പ്രാർത്ഥിക്ക്. പറ്റിയ നാളെ കാണാട്ടാ. ഉടക്കാക്കി വിടക്കാക്കല്ലേട്ടാ സാഫറെ. പലിശയും കടറ. ചേട്ടാ, പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്, നല്ല കൊയ്ത്തായിരിക്കും, അപ്പെല്ലാം തീർത്തരാം. അല്ല, ഇത് എത്രാമത്തെ പെരുന്നാളാണ്ടാ? നിന്റെ വാക്ക് പഴയ ചാക്ക് പോലെ ആവണുണ്ട് കേട്ടാ. ആ എടി എടി എടി, ഇങ്ങോട്ട് വാടി. എടാ സാഫറെ, ഇത് നമ്മുടെ കുട്ടിയാണ് കേട്ടാ. ഒരു ബലൂൺ എടുത്ത് കൊടറാ. മിഠായി വാങ്ങിച്ചേട്ടാ. പോയി കേട്ടാ. ഇത് നിങ്ങളുടെ കുട്ടിയാണോ? നിനക്കെന്താ സംശയം ഉണ്ടോ? ഞാനൊന്ന് പോയി കിടക്കട്ടെ. കിടക്കാനൊന്നും സമയട്ടോ. ഷട്ടുണിങ്ങാൻ നമുക്ക് പോകണം. നിനക്കെന്താ അത്ര ക്ഷീണം? അച്ഛൻ നിന്നെ വീട്ടിൽ കിടത്തി ഓർക്കില്ലേ? ഇവന്റെ അച്ഛൻ്റെ ഒരു കാര്യം, വെള്ളടിച്ചാ വയറ്റ കിടക്കില്ല. ഇവന്റെ അച്ഛൻ കാരണം എന്റെ അച്ഛൻ ഒരു വഴിയായി. എടാ, നിന്റെ അച്ഛനാ എന്റെ അച്ഛന് വെള്ളം മേടിച്ചു കൊടുക്കണേ. ചൊക്ക, നീ മിണ്ടാതിരി. നിന്റെ അച്ഛന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അലമാണല്ലോ, എനിക്കൊരു അച്ഛനുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. ഉണ്ടാ, എന്റെ അച്ഛൻ ബോംബെയിലുണ്ട്. ഓ, നിന്റെ അച്ഛൻ ഇപ്പൊ ബോംബെയിൽ ട്രെയിൻ കയറി വരാൻ പോലെ. നോക്കിക്കോടാ, എന്റെ അച്ഛൻ ഒരു ദിവസം വരും. അവൻ ആർക്കട അച്ഛനാണെങ്കിലും പറയാം. അവന്റെ അച്ഛനെ കുറിച്ച് അറിഞ്ഞാൽ അപ്പൊ എടുക്കും. നിക്കടാ ശിവ, ഷട്ടൂണേറ്റ് പോവാ. ചൊളയുണ്ട, ഏത് ചരക്കും വീഴും. ലതയുണ്ടല്ല, അവൾ എന്റെ പുറകെ കൊറേ നടന്നതാ, നമ്മ പിടികൊടുത്തില്ല. എന്റെ ചേട്ടാ, ചേട്ടൻ അത്ര സ്പീഡായിരുന്നോ? ഇപ്പൊ നമ്മ കുറച്ച് സ്പീഡ് കുറവാ. എന്നാ കേട്ടോ,
അവളുടെ കൊച്ചൊരെണ്ണം എന്റെയാ. എന്റെ പള്ളി പിള്ളേരാ. നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊരു ലതയായിട്ടുള്ള ഡിംഗ്വേളിഫിക്കേഷൻ. ലത അവക്ക് അറിയത് അറിഞ്ഞ ചേട്ടൻ വണ്ടി ഓടേണ്ടി വരും. സുനി, നിനക്ക് കഥ അറിയാഞ്ഞിട്ടാ. ചേട്ടൻ ഓരോന്നൂടെ ഒഴുക്കി കഥയോട് കേക്കാലോ. കാശ് കൊടുത്ത് കഴിക്കണ പട്ടിയെ വാങ്ങിച്ച പോലെ ആയല്ലേ. നീ എന്നാലും ലതയെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ശരിയല്ല കേട്ടോ. എന്ത് ശരിയല്ലെന്ന്? നമ്മ ഒരു സത്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൂടി നമ്മക്കിട്ടാക്കണം. എടാ, അടിക്കണമെങ്കിൽ ബോംബെയിലെ സാന്ദ്ര അടിക്കണം. ഒരെണ്ണം അടിച്ചാൽ ഏത് പിച്ചക്കാരനും പിച്ച വെച്ചു. ഓ, ചേട്ടന്റെ ഒരു ബോംബ. ചേട്ടൻ ബോംബ കണ്ടിട്ടുണ്ടോ? നീ അധികം മേലേ. ആ ലെവലിക്കൊഴി. ഓസിനടിക്കുമ്പോ ഇത്രയൊക്കെ അടിച്ചാ മതി. നമ്മ ഷെയറിനകത്തപ്പോ നമുക്ക് കുറച്ച്. ഓസിന് കിട്ടിയ ആസിഡും അടിക്കുന്നവനല്ലേ നീ. കാശ് കൈ വന്ന പീസുകളെ കൊണ്ട് സിനിമക്ക് പോക്കല്ലേ നിന്റെ പണി. സിനിമയ്ക്ക് കൊണ്ടുപോല് മാത്രല്ല, ഹോട്ടലിൽ ഇവന് മറ്റേ പണിയാ. കൂടുതൽ കബൂറാക്കല്ലേ. ഇപ്പൊ വരാട്ടോ. ചിലതൊക്കെ നിന്നെപ്പറ്റി ഞാൻ കേൾക്കണുണ്ട് കേട്ടാ. നീ എല്ലായിടത്തും വളക്കണ പണി രമയുടെ അടുത്ത് വേണ്ടട്ടാ. അവളെ എങ്ങാൻ വളച്ചോണ്ട് പോയാ തോളയിടട്ടാ. എടാ ചക്രവാണി, എന്താടാ അവിടെ? ഇവിടെ ഒന്നുമില്ലട്ടാ. നിങ്ങൾ വിട്ടോ. ഇന്ന് നേരത്തെ തന്നെ ഷട്ടറിട്ട് ചെറുതടി തുടങ്ങിയോടാ. ഇടയ്ക്കൊരു ടൈം പാസ് വേണ്ട ചേട്ടാ. നിനക്ക് വേണേ ഗ്ലാസ് ആട്ട്. കഴിഞ്ഞില്ലേ? ഗ്ലാസ് ചെറുതായിരുന്നല്ല. വിട്ടോ വിട്ടോ. ചേട്ടന് ഇവിടെ നിൽക്കാതെ ആ പോസ്റ്ററെ കയറി നിൽക്ക്. ഒരു കമ്പനി കൊടുക്ക്. ഞാൻ എത്ര നേരായി കാത്തു നിൽക്കണു. എനിക്കൊരു സ്നേഹമുള്ളട്ടി പെണ്ണേ. എന്റെ സ്നേഹം ഞാനിപ്പോ കാണിച്ചു. നബടി സുനിയപ്പ, ഇതെവിടെ ഒപ്പിച്ച്? സ്റ്റാർ ഹോട്ടൽ ഇതുപോലെ പലതും കിട്ടൂടി. ഇതൊരു മതാമ തന്നതാ. സ്റ്റാർ ഹോട്ടലിൽ നീ കണ്ടിട്ടില്ലല്ലോ. കാണണം, നേരിട്ട് വന്ന് കാണടി. ഡാൻസ്, പാട്ട്, ഫാഷൻ ഷോ അവിടെ അടിപൊളിയല്ലേ. ഓ പിന്നെ സുനിയപ്പ വെറുതെ തള്ളല്ലേ. ഒരു പണിയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ നാളായല്ലോ. അത് പറയാൻ വിട്ടു. നിന്റെ പണിയുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വലിയ ഹോട്ടലിലൊക്കെ ആകുമ്പോ പക്ഷേ നിന്റെ ഈ കോലത്തിൽ നടക്കൂല. നല്ല അടിപൊളിയ ഡ്രസ് വേണം. എനിക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ. നീ പേടിക്കണ്ടടി, ഞാൻ വാങ്ങിച്ചു തരാം. ഞാനെന്നാ വീട്ടിൽ പറയട്ടെ. അയ്യോ, അതൊന്നും ഇപ്പൊ പറയണ്ട. അതൊക്കെ ജോലി കിട്ടിയിട്ട് മതി. വാസന്തി ചേച്ചി ഒന്ന് ഞെട്ടട്ടെ. എടീ, സ്റ്റാർ ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ നീ ആരാ? പണിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ചെലവുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞ കാര്യം ലത ആലോചിച്ചോ? എന്റെ കാര്യമൊക്കെ കുമാരൻ ചേട്ടനെ അറിയാലാ. ഞാൻ എന്ത് പറയാനാ? പിള്ളേര് വളർന്നില്ലേ? ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത്രയും ചെറുപ്പത്തിലെ ജീവിതം പാഴാക്കണം. എനിക്കാണെങ്കിൽ മറ്റാരുമില്ലാന്ന് ലതയ്ക്ക് അറിയാമല്ലോ. ഏത് നേരം കുമാരൻ അടുക്കളപ്പുറത്താണല്ലോ. അപ്പുറത്ത് വേറെ പണിയൊന്നുമില്ലേ? നാളത്തെ പാർട്ടിക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവണം. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളണം. നാളത്തെ കാര്യം ഓർക്കുമ്പോഴാ. എന്താ അമ്മേ? ലുല്ലുമോളുടെ പിറന്നാളല്ലേ, ഒരുപാട് പണിയുണ്ടാവും. ലുല്ലുമോളുടെ അച്ഛൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ അച്ഛൻ എന്നാ അമ്മ വരണേ? അമ്മ എത്ര നാളായി പറയണു അച്ഛൻ വരും വരുന്ന്. നമ്മുടെ അച്ഛൻ എങ്ങനെ ഇരിക്കും അമ്മേ? നമ്മുടെ അച്ഛൻ നല്ല പൊക്കമുണ്ടോ അമ്മേ? നമ്മുടെ അച്ഛൻ നല്ല വെളുപ്പാണോ? നമ്മുടെ അച്ഛന് നല്ല സ്നേഹമുണ്ടോ അമ്മേ?
ചേട്ടൻ ബോംബെ പോയിട്ടുണ്ടോ? എന്ത് ചോദ്യടാ, ഞാൻ ബോംബെയിലായിരുന്നില്ലേ? ഇതിലും വലിയ സിറ്റി ആണോ ബോംബെ? സിറ്റി കാണണേ ബോംബെ കാണണം, കിട്ടില്ലല്ലേ? എന്റെ ബെസ്റ്റ് ടൈമെല്ലാം അടിച്ച് പൊളിച്ചത് അവിടെയല്ലേ. താനെ മുതൽ പൂനെ വരെ കംപ്ലീറ്റ് പാർട്ടീസ് നമ്മുടെ ആൾക്കാരല്ലേ. ജുഹു ബീച്ച്, വിക്ടോറിയ ടെർമിനല്, സാന്താക്രൂസ്, ധാരാവി, മാട്ടുങ്ക മുതൽ മണ്ടോവി വരെ പരന്ന് കിടക്കുകയല്ലേ ബോംബെ. ഞെട്ടിപ്പല്ലേ മോനെ. നിനക്ക് ബോംബെ പോണം, ഞാൻ കൊണ്ടോടാ. എങ്ങനെയുണ്ട് കുമാരൻ ചേട്ടാ? അടിപൊളി. ലുലുക്കുഞ്ഞ് കസറല്ലേ? ആൾക്കാര് വാലേ വാലേ വരുന്നുണ്ട്. കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പരാതി ഒന്നും ഇല്ലാണ്ടിരുന്നാ മതി. ആ ദേ നോക്കിയില്ലേ ആരാന്ന്. ആ നീ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ വല്ലതും കഴിച്ചോടാ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. വാ മോനെ, ഒരു കാഴ്ച കാണിച്ചു തരാം. ആ നിൽക്കുന്നതാ ലുലുക്കുഞ്ഞിന്റെ പപ്പ. സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ പോയിച്ചു വരാം. ഹായ്, ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലേ മോൾ? ഷൈനിങ്ങിലാണല്ലോ. ഹായ് ചേച്ചി, അടിച്ചു പൊളിക്കുകയാണല്ലേ കുട്ടി? വരൂ. ആഹാ, കൂടെ വന്നാരാ? ആന്റിയാ. വാ, കഴിച്ചെടുക്കും. നല്ല മണം. ഫോറിനാ, മുതലാളി വന്നതാ. എന്റെ അച്ഛനും വരും. അപ്പൊ കുമാരൻ ചേട്ടൻ ഇതിലും നല്ല സമ്മാനം തരും. നിന്റെ അച്ഛനോ? എന്റെ അച്ഛൻ ബോംബെയിലാ. ചെലപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും. ആഹാ, രണ്ടുപേരും കൂടെ കഥയും പറഞ്ഞിരിക്കണേണ. ഇതൊക്കെ ഒന്ന് ഒതുക്കണ്ടേ? ആ നല്ല രസാലേട്ടാ. നിനക്ക് നന്നായി ചേർന്നുണ്ട് ട്ടാ. പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട ചേച്ചി, നടുവൊടിഞ്ഞു എന്ന് പറഞ്ഞാ മതിയില്ല. വലിയ വലിയ ആൾക്കാരുടെ കാര്യം ഇങ്ങനെയൊക്കെയല്ലേ. നമ്മ കാള പോലെ പണിയെടുക്കണം. രമയെ പെണ്ണും കാണാൻ ആരാണ്ട് വരണമെന്ന് കേട്ടല്ല. വാത്തുരുത്തിന്നാ. ചെക്കന് കമ്പിപ്പണിയാ. അവരുമായിട്ട് നോക്കിയാ നമ്മ ഒന്നുമില്ല. ചേച്ചി അതൊന്നും നോക്കണ്ട. ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ അങ്ങ് നടക്കും. നമ്മുടെ ആള് ചൊവ്വുള്ളവനായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? വേലിച്ചേട്ടനെ എന്ത് ചെയ്യാ? കുടിച്ചിട്ട് അവിടെ കണ്ട കിടപ്പുണ്ട്. അതെന്താടി? അവിടുന്ന് കുറച്ച് കറി കൊണ്ടുവന്നാ ചേച്ചി. ഇങ്ങോട്ട് വാടാ. ഇതാ കാളിയമ്മയ്ക്ക് കൊണ്ടേക്കോട്. ആരുമില്ലാത്ത തള്ളയല്ലേ. ആ ഓമന ചേച്ചിക്കുള്ള പാത്രം കൂടി എടുത്തോ. ഇതാ അത്. ശിവ, നിനക്ക് ഈ ഉടുപ്പ് ലൂസാണല്ലോടാ. ഇതാ ഫിലിപ്പ് സാറിന്റെയാ. മല്ലികയുടെ ഉടുപ്പ് അടിപൊളിയാ കേട്ടോ. ഞാൻ ഇന്നാളെ സ്കൂളിൽ ഇട്ടാണ്ടല്ലോ. ആണോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. തലകറങ്ങി വീഴും കേട്ടോ പെണ്ണേ. വന്നപ്പോ തുടങ്ങിയതാ. ദേ മനുഷ്യ, നിങ്ങൾക്ക് വേണേ വന്ന് ചോറ് തിന്ന്. എടെ മുത്തു, നിനക്ക് വേണേ വന്ന് കൈ കഴിയിരിക്കെ. എന്താടാ ശിവ പാത്രമൊക്കെ ആയിട്ട്? ചിക്കൻ കറിയാ. നാവരുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് നാള് കുറെ ആയിട്ടാ. ശിവ വാടാ ചോറ് തിന്നാം. ആ ഈ ഉടുപ്പോടുന്നാടാ അമ്മ കൊണ്ടുവന്നാടാ. ചിക്കൻ കറിയാ ചേച്ചി. ഓ, ഇത് അമ്മ കൊണ്ടുവന്നത് അല്ലോടാ? ലൂനിക്കുഞ്ഞിന്റെ പിറന്നാളായിരുന്നു. നീ വല്ലതും കഴിച്ചാടാ? എടാ
എടാ ഒറ്റക്കാല എന്റെ വെട്ടിനടിയിരുന്ന പൈസ എന്തിയടാ? തെണ്ടി കെട്ടുന്നേ കുടിക്കണം, പിന്നെ എന്റെ കയ്യിലിരിക്കുന്നേ കട്ടു കുടിക്കണോ? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിന്നെ ഇനി ഇവിടെ കിടക്കുന്ന പ്രശ്നമില്ലടാ. തള്ളയെ കിടന്ന് അലറി വിളിക്കട്ടെ. ഞാൻ നിങ്ങളുടെ കാശൊന്നും എടുത്തിട്ടില്ല. എന്താടാ ചക്രപാണി അവിടെ ഉടക്കെ? എന്നെ കണ്ട തള്ള കപ്പ എന്റെ ബെക്കിട്ട് കയറണം. തണ്ടി നിന്നെ പോലെ തെണ്ടി കെട്ടിയ കാശല്ലടാ, ഞാൻ പെട്ടിക്കട നടത്തി പണിപ്പെട്ടുണ്ടാക്കിയ കാശാടാ. തള്ളയുടെ പണി നോക്ക് തള്ളേ. തെണ്ടല് ഞങ്ങൾക്കടെ അവകാശാണ്. ഓ തള്ളയും കൊള്ളാം അവനും കൊള്ളാം. ഇന്നൊരു ഷോ കാണാട്ടാ. എടാ തെണ്ടിയുടെ മോനെ, കാലി പാടില്ലാത്തവനാണെന്ന് കരുതി ഞാൻ നിന്നെ ഇവിടെ കിടത്തിയിരിക്കണേ. തള്ളയെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കണേ. എന്റെ കൂടെ കിടക്കാൻ നീ എന്റെ കെട്ടിയോനാ? ഈ തള്ള വാ തുറന്ന് വെടക്ക് വർത്താനേ പറയുള്ളൂ. ചേട്ടാ അലമുണ്ടാക്കാതെ വാ ചേട്ടാ. നീ പോടാ. ഈ തള്ളക്കെട്ടിന്നൊരു പണി കൊടുത്തിട്ടേ നീ കാര്യം. പോടാ ഒറ്റക്കാല. അയ്യോ എന്നെ കൊന്നേ. എടാ ശിവ, നീ വീട്ടിൽ പോ. ഇത് ഇവക്കടെ സ്ഥിരം പരിപാടിയാ. ചേട്ടൻ വാ. അയ്യോ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേടാ? ഈ കോളനിയിൽ ആരും ഇല്ലേ? അയ്യോ നീ എവിടെയായിരുന്നു? വാ 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 വാ. ആരുടെ സുനിയപ്പ ഇത്? നീ വിട്ട പെങ്ങളാ. അവക്കൊരാഗ്രഹം നമ്മുടെ ഹോട്ടലൊക്കെ ഒന്ന് കാണണമെന്ന്. സുനിയപ്പ എന്തിനാ ഇതിലേ പോണേ? ഇത് നമ്മ സ്റ്റാഫിന് മാത്രമുള്ള വഴിയാ. വാ കേറി വാ. കാണ് കാണ്ടേ. അത് ലച്ചേച്ചിയുടെ വീട്, അത് ചക്രപാണിയുടെ വീട്. അതാരാ വീടാടി? അത് ഞങ്ങൾക്കടെ വീടല്ലേ? ആ ചൊക്കനൊക്കെയല്ലേ വരണേ? ഓ ഒച്ചുണ്ടാക്കാതിരി. എപ്പോഴാ ഇന്റർവ്യൂ? നീ പേടിക്കാതിരി. 11:30 മാനേജർ വരൂ. അതുവരെ നമുക്ക് റൂം പോയിരിക്കാം. വാ വാ വാ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഹായ്, ഇവിടെ നിന്ന് എല്ലാം കാണാലോ. പിന്നെ എന്താ സുനി ഇത്? ഇതൊക്കെ ആരറിയാനായിട്ട് പെണ്ണേ? എന്റെ ദേഹത്തോട്ടാണല്ലോ, ഞാൻ വിളിച്ചു കൂവും. അപ്പൊ നിനക്ക് പണിയൊന്നും വേണ്ടേ? ഇവിടെ വാടാ. ഒന്നും ഉണ്ടായിട്ടില്ല ചക്രപാണി അണ്ണ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഊളത്തരം കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയണടാ. വാസന്തി അറിയാത്തത് നിന്റെ ഭാഗ്യാട്ടാ. അവൾ ഓടി എന്റെ അടുത്താ വന്നേ. മേലാ ഒരു അബദ്ധം പറ്റിയതാണ് ഏട്ടാ. മേല ഞാൻ ചെയ്യൂല. പോടാ. നിന്നാ ഞാൻ ഇനിയും പടക്കോട്ടാ. ബലൂൺ ബലൂൺ പേപ്പേ, ആ ബലൂൺ പേപ്പേ. നിക്കടാ അവിടെ. കാശുമില്ല, പലിശയില്ല, അഡ്രസ്സും ഇല്ല. ഇന്ത്യയുടെ എണ്ണ കുവൈറ്റിൽ വിൽക്കല്ലേ മോനെ. ഇപ്പൊ നീ വിട്ടാ നമ്മ നിന്നെ പിടിച്ചോളാട്ടാ. നമ്മ അവന് സ്ഥിരം കാശ് കൊടുത്തോണ്ടിരുന്നതാ. ആദ്യമൊക്കെ കാശും പലിശയും കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നു. അതാ ഞാൻ പിന്നെയും കൊടുത്തേ. ഇപ്പൊ അവൻ നമ്മളെ വലിപ്പിക്കണാണ്. അവനെ കൈയോടെ പിടിക്കണം. പറ്റിയ 2 പൊട്ടിച്ചോ. ചേട്ടാ ആളെ കാട്ട്, ബാക്കി നമ്മേറ്റ്. അത് തന്നെ. ചെല്ലണ പാടെ 2 പൊട്ടിക്കണം. പിന്നെ കാര്യം പറഞ്ഞാ വാനേ. ചക്രപാണി സാഫ്ര എങ്ങ ഇറങ്ങിയോടാ? ആരാ? എന്താ സാഫ്ര അവിടെ വിളിക്ക്. എന്താ കാര്യം? ബലൂണിനോ പീപ്പിക്കോ? ബലൂണിനും പീപ്പിക്കൊന്നും അല്ല. അവനെ ഇറക്കി വിട്. അവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുങ്ങിയതാ. പലിശ വാങ്ങാൻ വന്നതാ ഞാൻ. പലിശയോ പൈസയാ? കാശും കൊണ്ട് ഞങ്ങൾ പോളോ. സാഫറിനെ വിട്. വ്യാപാരத்துக்கு പോയിട്ട് ഇന്നേക്ക് താൻ വന്നിരിക്കാറ്. ഇവനെ കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ. എന്തൊരു കട്ടാണ്. உங்களை பார்த்த உடனே ஓடி போயிட்டாரு. பசங்க மேல சத்தியம் இன்னைக்கு இந்த வீட்டுல சோறு கூட வைக்கல. എടാ ശിവ, ഇത് പിടിവിട്ട കേസാ. വിട് വിട്. ഞങ്ങളെ പിരിക്കേറ്റിട്ട് ചേട്ടാ നാടൻ കളിക്കാൻ നിക്കല്ലേ. ഒന്ന് വിലസാൻ കരുതി വന്നതാ.
ഞങ്ങളെ കമ്മീഷൻ ഞങ്ങൾക്ക് വേണണ്ടാ. നിങ്ങൾക്ക് സിനിമ കണ്ടാ പോരെ, അത് ഞാൻ കാണിക്കാം. എന്നാ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ചെക്കന് കമ്പിപ്പണി ആയതുകൊണ്ട് പെണ്ണിന് പട്ടിണി കിടക്കണ്ട കേട്ടാ. ഇനിയിപ്പൊ നമ്മ ഒരു ബന്ധം ഉറക്കാണല്ല. ഞങ്ങൾക്ക് പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞേക്കാം. ഞങ്ങളുടെ സ്ഥിതി വേലു ചേട്ടനൊന്ന് നിന്നേ. ചേച്ചി ഇങ്ങ് വാ. ചേച്ചി, അവരെ കണ്ടിട്ട് കൊള്ളാവുന്ന ആളുകളാന്നാ തോന്നണേ. നമ്മ എന്താ പറയണേ? എനിക്കറിയാവല്ലോ ഇവിടുത്തെ കാര്യം. അവക്കടെ കഴുത്തിലും കാതിലും ഉള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടെ നുള്ളിപ്പറക്കി ഒരു 10,000 രൂപ ഉണ്ടാകും. ഏത് തന്നെ അങ്ങോട്ട് പറ. അവൻ മൂത്താക്കടെ അഭിപ്രായത്തിന് എതിരൊന്നും പറയൂല. ഞങ്ങ അവനെ അങ്ങനെ വളർത്തിയേ. ആ കാര്യങ്ങൾ സംശയിക്കാണ്ട് അങ്ങോട്ട് പറ. ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് 5 പവനും 10,000 രൂപയെ തരാൻ ഒക്കൂ. ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെണ്ണാണെങ്കിൽ നല്ല പണിക്കായാണെന്നാ പറഞ്ഞത്. കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട്. നമ്മുടെ ചക്കനാണെങ്കിൽ പെണ്ണെ പിടിക്കുകയും ചെയ്തു. അമ്മാവൻ പറഞ്ഞ ശരിയാ. എന്നാലും കൊറേ അന്വേഷിച്ച് നടന്നതല്ലേ, ഇതാണ് പറഞ്ഞേക്കണെങ്കിൽ നടക്കട്ടെ. അതെന്തായാലും ശരി, 1 കൊല്ലത്തിനകം 10,000 രൂപയും കൂടെ കിട്ടണമെന്ന് പറയണം. അത് വേണം. വേണം. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ വാ. ഇന്നത്തെ കാലത്ത് 10,000 രൂപ 5 പവനോന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? പിന്നെ നിങ്ങളുടെ അവസ്ഥ ഇതായതുകൊണ്ട് 1 കൊല്ലത്തിനകം എന്തെങ്കിലും കൂടെ തരണം. അവള് ഞങ്ങളുടെ പെണ്ണല്ലേ, അവക്ക് ഞങ്ങ കൊടുത്തില്ലേ പിന്നെ ആര് കൊടുക്കാനാ? വേലു എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? പെണ്ണിനെ കാണുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരായി. ശരി എന്നാ. മോളെ ഞങ്ങ ഇറങ്ങട്ടെ. കല്യാണ പെണ്ണെന്ന് നടത്തോന്നല്ലോ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാൻ കൂട്. ഈ ഇഷ്ടിക്കും മണ്ണും കൊണ്ട് തികയേച്ചി. ഓ, കൊട്ടാരം കിട്ടാൻ പോണല്ലേ, ഇതൊക്കെ മതി. നീ വന്നാ? ചേച്ചിയുടെ കല്യാണം ഞങ്ങ അടിച്ചു പൊളിക്കും. മല്ലികയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അടിച്ചു പൊളിക്കാൻ? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. ചേട്ടാ വാ, എനിക്ക് വിശക്കണ്. നീ പൊക്കോ, ഞാൻ വന്നേക്കാ. കുമാരൻ ചേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശിവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അവൻ എന്താ പറഞ്ഞേ? കുട്ടികളുടെ അച്ഛൻ ബോംബെയിലുണ്ടോ? തമാശയായി. കുമാരൻ ചേട്ടൻ അറിയാലോ, പിള്ളേർക്കടെ മുമ്പ് ഞാൻ വെറുതെ പറയണല്ലേ, ഞാൻ അവർക്കടെ അമ്മയല്ലേ. പെട്ടെന്ന് കുട്ടി പറഞ്ഞത് കേട്ടപ്പോ എടി എന്താ നീ വിചാരിച്ചേ? ഇതൊന്നും ഇവിടെ നടക്കൂല. കുറെ നാളായി ഞാനിത് കാണുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് വീട്ടുകാരനില്ലാത്ത കാര്യം. ഇന്നത്തോടെ നിന്റെ പണി മതിയാക്കിക്കോ. ശമ്പളം എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ചെന്ന് മേടിച്ചോണ്ട് പൊക്കോ. നോക്കിയേട്ടാ എന്ത് രസാ. ഇതിങ്ങളെ ഞാൻ വളർത്തി തിമിംഗലമാക്കും. നീ ആ വെള്ളം കളിക്കാതെ നിങ്ങളെ കൊല്ലാണ്ടിരുന്നാ മതി. ചേട്ടനൊന്നും മിണ്ടായിരി. നോക്കമ്മേ, ഈ മീനിന്റെ ഒക്കെ കളി എന്ത് രസല്ലേ. രസം ഞാൻ പാടുപെട്ടാ പിടിച്ച. നീ കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുപോടി പെണ്ണെ. നോക്കമ്മേ, ഇതിങ്ങളുടെ കളി കണ്ട. കൊണ്ടുപോടി ഇവിടുന്ന. പെണ്ണിന്റെ ഒരു പുന്നാരം. ഇങ്ങോട്ട് നോക്കിയേ, അമ്മ വിഷമിച്ചു വന്നപ്പോ നീ വെറുതെ കളിക്കാൻ പോയിട്ടല്ലേ.
മരുന്നും കൂടെ വാങ്ങണം. അമ്മ അമ്മ வியாபாரம்னா கொஞ்சம் அட்ஜஸ்ட்மெண்ட் வேணும். பைசா அங்க கிடக்கிறேனா ஏன் ஓடி இங்க வர்ற? சாமி 1-2 செக்கல்ல பவுன்ஸ் ஆகுது. இவ்வளவு நாளும் உங்களை கஷ்டப்படுத்தலையே சுவாமி, கொஞ்சம் கஷ்டம். ஏதாவது கொஞ்சம் அட்ஜஸ்ட் பண்ணி கொடுங்க. ஹலோ, பழனிசாமியா, நீ என்ன சொன்ன? சொன்ன வேலையை செய்யாம எதுக்கையா நீ சாமி சாமின்னு கூப்பிடுற? கேட்கல. நீ அந்த ரேஞ்ச் உள்ள இடത്തേക്ക് മാറി നില്ല്. ഏയ്, നീ ആ വക്കീലിനെ കൂട്ടി ഹൈക്കോർട്ടിലേക്ക് പോകണോ? புரிஞ்சுதா? சரி. ராஸ்கல், ஒரு வண்டி செக் போஸ்டில் பிடிச்சு கூட்டிருக்கு. அதை இறக்குறதுக்கு ரொம்ப பாடுபட்டு இருக்கேன். நீ என் கஷ்டத்தை புரிஞ்சுதா? உனக்கு அவ்வளவு அவசரம்னா நாளைக்கு செக்கு தரா. ഈ സ്വാമിയുടെ കാര്യം ചെക്ക് എന്നാ ചെക്ക്. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് താൻ. പൈസ കിട്ടിയോടാ. അയാൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. നിന്നെ തോൽക്കാനുണ്ടായപ്പോ തന്നെ കല്ല് കയറി നിൽക്കണ്ടായിരുന്നു. അമ്മ ആശുപത്രി കിടക്കണമെന്ന് നീ പറഞ്ഞില്ലേ? അയാൾ അതൊന്നും മൈൻഡ് ആക്കൂലടാ. ഞങ്ങളുടെ ഒരു പൈസ ഇല്ലടാ. ഞാൻ ഒരാളെ കൂടി ഒന്ന് നോക്കട്ടെ. ശിവൻ എത്തിയല്ലോ. കഞ്ഞി കുടിച്ചിട്ട് ഗുളിക കഴിച്ചോളൂ. കുറവുണ്ടോ അമ്മ? കുറവുണ്ട്. നീ വല്ലതും കഴിച്ചാടാ? ഞാൻ കഴിച്ചോളാം. എവിടെന്നാ കാശ് കിട്ടിയത്? കുമാരൻ ചേട്ടൻ തന്നു. കുമാരൻ ചേട്ടൻ വല്ലതും പറഞ്ഞാ? ആശുപത്രിയിലേക്ക് വരാന്ന് പറഞ്ഞു. ലതേ, നീ ഇത് വെച്ച് വഷളാക്കല്ലേ, സൂക്ഷിക്കണം. നമ്മ പാവങ്ങൾക്ക് പണിയെടുത്ത് ചാകാനായിരിക്കും വിധി. നീ സൂക്ഷിച്ചാ മതി, സൂക്കേടൊക്കെ മാറും. വെറുതെ ആവശ്യമില്ലാണ്ടൊന്നും ആലോചിക്കണ്ട. എന്നാ ഞാൻ പോണില്ലതേ. ഇവനെയും കൂടെ കൊണ്ടുപോയിക്കോ. വാ, മോള് സ്കൂളിൽ വിട്ട് വന്നു കാണും. അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കോ? ഈ കിടക്കണൊക്കെ ആളുകളല്ലേ. നീ പോയി വീട് നന്നായി തൂക്കണം കേട്ടോ. പിന്നെ മോളെ നീ കരയ്ക്കല്ലേ. നാളെ പോരുമ്പോ അവളെയും കൂടെ കൊണ്ടുപോരെ. അമ്മ വൈകിട്ടത്തെ ഭക്ഷണം നീ പൊക്കോടാ, ഞാൻ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ചോളാം. പോട്ടെ. ചേട്ടാ, അമ്മ എപ്പ വരും? നാളെ അമ്മയുടെ അടുത്തേക്ക് ഞാനും വരട്ടെ. നിങ്ങളെല്ലാം കഴിച്ചാ? ഇല്ല. ദാ കുറച്ച് കപ്പ. ആ ചൂലിങ്ങതാ, ഞാൻ തൂക്കാം. ലതേച്ചിക്ക് എങ്ങനെയുണ്ടടാ? മരുന്ന് കൊടുത്തപ്പോ കുറച്ച് കുറവുണ്ട്. ചേച്ചി ഞങ്ങൾക്കൊന്ന് കൂട്ടെടുക്കോ? എന്താ മല്ലി, നിനക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ? ചേച്ചി ഇന്ന് ഇവിടെ കിടക്ക്. ശരി. അയ്യോ, നമ്മുടെ കോഴിന്റെ മുട്ട വിരിഞ്ഞ. മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ കാരണല്ലേ? കുറ്റം കുമാരൻ ചേട്ടന്റെ മാത്രമല്ലല്ലോ. ഞാൻ ഒറ്റത്തടിയല്ലേ? അങ്ങനാണോ ലതയുടെ കാര്യം? നമ്മ വിചാരിക്കണ പോലെയാണോ ലോകം? നമ്മുടെ ഇഷ്ടം പോലെ കാര്യമൊക്കെ നടക്കുവോ? എനിക്കവിടെ മതിയായി. കാലം കുറയായില്ലേ, മടുത്തു. കുമാരൻ ചേട്ടൻ എങ്ങടാ പോണേ? കെട്ടിയോനാ? നിർത്തടാ പിള്ളേരെ. ഇത് അവക്ക് കൊടുത്തേര്. എന്നെ കണ്ടാ അവക്ക് കലി ഇളകും. അവള് സ്വസ്ഥായി കിടക്കട്ടെ, വയ്യാണ്ടിരിക്കല്ലേ. അമ്മ അമ്മ
ഇന്ന് രണ്ടുപേരും പണിക്ക് പോയില്ലേ? എന്നും പണിന്നാലേ പളനിസ്വാമിക്ക് ഗമ കൂടും. ഇതെല്ലാരും കൂടെ കഴി. ഇതിലതെ ചേച്ചി കൊണ്ടുവന്നതാ. സാരല്ലടാ, ഇവിടെ വേറെ ഉണ്ട്. കഴിച്ചോ. ആ, ഞാൻ പൊളിച്ചുതരാം. ചക്രവാണി, ചക്രവാണി, ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്നലത്തെ ഹാങ് ഓവർ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാ. സ്വാമി ഇരിക്കും. ഞാൻ ഇരിക്കണതൊക്കെ വന്നതല്ലേ. നീ എന്താ കണ്ടെയ്നറിന് കാശട് ഇല്ലേനാ ഇപ്പൊ പൊളിച്ചോണ്ട് പോകും. പൊളിക്കാനാ? சாமி ஏதாவது பிரச்சனை இருந்தா இவன் கிட்ட தீர்க்கணும். இங்க வந்து கயாட்டே வேண்டாம், அதெல்லாம் வெளியிല്. സാറിനെയും തള്ളയുടെ മോനും കൂടി പൊട്ടം കളി കളിക്കരുത്. എനിക്ക് എന്റെ കാശ് കിട്ടണം, ഇല്ലേനാ ഞാൻ പോലീസിനെ കൂപ്പിടുവേ. പോലീസാ? എന്നാ നിങ്ങ പോലീസിനെ വിളി, എന്നിട്ട് നമുക്ക് തീർക്കാം. പോലീസ് വന്നാ ആദ്യം നിങ്ങ ഉള്ളി പോകും. ചക്രവാണി, ഞാൻ അങ്ങനെ சொல்லல. എങ്ങനെ சொல்லல? താനിത് കട്ട കണ്ടെയ്നർ അല്ലടോ. അതല്ല ചക്രവാണി. പിന്നെ കാശ് അത് കൈ കിട്ടുമ്പോ ഞാൻ അങ്ങ് എത്തിക്കും. മതി മതി, അത് മതി. എനിക്ക് അങ്ങ് 100 കൂട്ടം വേറെ ഇருக்கு. വരട്ടുമാ? ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ, കടുത്ത പണികളൊന്നും ചെയ്യരുത്. രോഗം കൊണ്ടുവരുന്ന വഷളാക്കി. ഇനി നല്ല റെസ്റ്റാണ് ആവശ്യം. എന്റെ മോള് വല്ലതും തിന്നാ? നിന്റെ തലയിൽ എണ്ണയൊന്നും തേക്കണില്ലേ? കോഴിയൊക്കെ നീ നോക്കണ്ടടാ. അമ്മേ 2-3 കോഴിക്കുഞ്ഞാല് വിരിഞ്ഞേ. ആണോ? നീ സൂക്ഷിക്കണം കേട്ടോ. ആ കള്ളപ്പൂച്ചകളെങ്ങാൻ കണ്ടാ പിന്നെ വച്ചേക്കില്ല. ഞാൻ കൊട്ടിയിട്ട് നന്നായിട്ട് മൂട് വെച്ചിരിക്കയാ. അമ്മേ, ഞാൻ ഇനി പളനിസ്വാമിയുടെ കട പോണില്ല. എന്താ കാര്യം? ഞാൻ കുറച്ച് പൈസക്ക് പോയിട്ട് അയാൾ എന്നെ മൈൻഡ് കൂടെ ചെയ്തില്ല. വാസന്തി ചേച്ചി എന്നെ കെട്ടിട പണിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര പണിയാ, നിനക്ക് പറ്റൂടാ? എന്താ മീനാക്ഷി പൊക്കാൻ ഇത്ര മടി? പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണോ? എന്റെ നീലാംബരൻ ചേട്ടാ, അവള് 2 ദിവസമായി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. എന്നാ പിന്നെ വിശ്രമം കഴിഞ്ഞിട്ട് വന്നാ പോരെ. ആ കോൺട്രാക്ടറുടെ തെറി മുഴുവൻ കേൾക്കണത് ഞാനാ. എത്ര കാലമായി ഇതൊന്ന് തീർക്കണ്ടേ? എടി വാസന്തി, നീ കൊണ്ടുവന്ന ചക്കര എവിടെ? എടി ചാന്ത് കൊണ്ടുവരാൻ പറ. അവന്റെ ഒരു വരവ് കണ്ടി. എവിടുന്ന് കിട്ടി ഇതിനൊക്കെ? എന്റെ പൊന്നു മേസ്ത്രി, ആ ചക്കരെ പേടിപ്പിക്കല്ലേ. എവിടെ നോക്കിയാടാ നടക്കണം? കൊച്ചു ചെക്കനല്ലേ മേസ്ത്രി, നിങ്ങൾ എന്താ ചെയ്യുന്നത്? പണി അറിയാൻ പാടില്ലാത്ത ഇവനെയൊക്കെ കൊണ്ടുവന്ന് നിനക്കട്ടെ 2 തരണേ. നീ വിഷമിക്കണ്ട ശിവ, ആദ്യമൊക്കെ ഇങ്ങനെയാ. പിന്നെ നീയും വലിയ മേസ്ത്രി ആവട്ടോടാ. എന്നാലും ആ മേസ്ത്രി കണ്ണിച്ചോരയില്ലാത്ത പണിയാ ചെയ്തേ. മനുഷ്യർക്കിടെ ഓരോരോ കാര്യങ്ങളെ ആ ലതിച്ചേച്ചിക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഈ ചെക്കനിങ്ങനെ പാടുപെടേണ്ടി വരുമായിരുന്നോ? ലതയെ കൊണ്ട് ഇനി പണിക്ക് പോകാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. അവക്ക് തീരെ പാടില്ല. ആ ചെക്കൻ ഒരു കര പറ്റിയിരുന്നെങ്കിൽ അവർക്കിടെ പ്രയാസങ്ങളൊക്കെ മാറിയേനെ. ആ പെണ്ണാണെങ്കിൽ നന്നായി പഠിക്കുകയും ചെയ്യും. രണ്ടാളും പരദൂഷണം നിർത്തി പണിയെടുക്കാൻ നോക്കട്ടാ. ആ മേശരി അവിടെ കിടന്ന് ഇളകുക. ഹലോ, ഈ പണി ബോറടിച്ചു തുടങ്ങി. ചക്രവാണി അണ്ണൻ ഊടി ശരിയല്ലേ? പോടെ. നമുക്ക് പോവാം, നമുക്ക് പോവാം. നിക്കടെ കേരള വണ്ടിയില് നിനക്ക് ഈ ഭാഗത്ത് കണ്ടുപോകരുത് പറഞ്ഞിട്ടുള്ളടാ. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. അധ്വാനിച്ച് ജീവിക്കാൻ സമ്മതിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് സാറേ, എന്തൊരു രാജ്യമാണ് സാറേ ഇത്. ഇങ്ങോട്ട് പാടാ.
ഇത് റേഷനരിയാണ് കേട്ടാ. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, നീ കുത്തരി മാത്രമേ ഞണ്ണുള്ളൂ. ആ, ലോകത്തുള്ള കംപ്ലീറ്റ് തെണ്ടികളും ഉണ്ടല്ലോ. ഞണ്ണിക്കോ ഓസിന് ഞണ്ണിക്കോ. അല്ല സാറേ, ഒന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ എല്ലാ തെണ്ടികളെയും എല്ലാ കാലത്തും തീറ്റിപ്പറ്റാവുന്ന നിങ്ങൾ ഏറ്റിട്ടുണ്ടാ? അവനെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അവൻ പുരുവാലി കേസാ സാറേ. പിന്നെ എന്ത് ചെയ്യണം? അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് പൂർ ഹോമിൽ നിന്ന് ചാടിപ്പോയതാന്ന് എഴുതിയാ മതി. അങ്ങനെ മതിയോ? അത് മതി സാറേ. നിക്കണ പോണ അമ്മേ, അമ്മേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോടൊക്കെ പറഞ്ഞ് ആൾക്കാർ വന്നിക്കണേ. വീട് മാറണോ? എന്തിനാ? ഇതൊന്ന് വായിച്ചേ. താലൂക്ക് ഓഫീസ് എറണാകുളം, തീയതി 28/3/2005 KLC റൂള് 11(3) പ്രകാരമുള്ള ഒഴിപ്പിക്കൽ നോട്ടീസ്. എറണാകുളം താലൂക്കിൽ പച്ചാളം വില്ലേജിൽ സർവേ നമ്പർ 28C പെട്ട സെന്റ് 6 വിസ്തീർണമുള്ള ഗവൺമെന്റ് പുറംപോക്ക് ഭൂമി അനധികൃതമായി കൈവശം വെച്ചു വരുന്നതായി അന്വേഷണത്തിൽ അറിയുന്നു. ഡി പ്രവേശനം അനധികൃതമാകയാൽ താങ്കൾ ഈ നോട്ടീസ് കൈപ്പറ്റി 10 ദിവസത്തിനകം ഡി പ്രദേശം സ്വമേധയാ ഒഴിഞ്ഞു പോകേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ഡി പ്രദേശം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ബലമായി ഒഴിപ്പിക്കപ്പെടുന്നതാണെന്നും ആയതുമൂലമുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയായിരിക്കുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. എടാ, ഇവിടെ കൊണ്ടുവന്ന് പേപ്പർ തന്നവന്റെ മോന്തയ്ക്ക് ആട്ടാന്ന് വിചാരിച്ചതാ. നമ്മളൊക്കെ എവിടെ പോണോന്നാ ഇവന്മാര് പറയണേ? ആരെങ്കിലും പറയുമ്പോ നമ്മ വീടോടിയാൽ ഇതെന്താ വെള്ളരിക്കാപ്പട്ടനാണ്? ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് ഇവന്മാർക്കുടെ വിചാരം. കൊള്ളാല, ഒന്നുമില്ലേ നമ്മ ഈ നാട്ടുകാരല്ലേ? അവരെത്തിയല്ല. ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചൊരു തീരുമാനം വേണം. ഇതാരെ ഇവിടെ കൊണ്ട് തന്നെ? താലൂക്ക് ഓഫീസിൽ നിന്നാ പറഞ്ഞേ. എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം ഒഴിയാനാ പറഞ്ഞിരിക്കണേ. എങ്ങോട്ട് മാറാനാ? അവര് പോലീസിനെ കൊണ്ടുവന്ന് മാറ്റത്രേ. എന്നെ കൊന്നിട്ട് എന്റെ പെര പൊളിക്കുള്ളൂ. ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. പോലീസ് എങ്കിൽ പോലീസ്, അവന്മാര് വന്ന് തല്ലിക്കൊല്ലട്ടെ. ഇത് നമ്മുടെ മണ്ണ. നമ്മ ഇവിടെ തന്നെ കിടന്ന് മരിക്കും. നമ്മ ആരും ചാകാനും കൊല്ലാനും പോകുന്നില്ല. നമ്മ ഒരുമിച്ച് നിന്നാ മതി. നമുക്ക് താലൂക്ക് ഓഫീസ് വരെ ഒന്ന് പോയാലോ? ഓഫീസർ എന്താ പറയണെന്ന് കേൾക്കാലോ. നമ്മ 4, 3, 7 പേര് പോയിട്ട് കാര്യമില്ല. കോളനിക്കാരെല്ലാരും പെട്ടെ. നമുക്ക് രാവിലെ പോവാം. ശരിയാ, എല്ലാരും വന്ന് ആലോചിച്ചിട്ട് നമുക്ക് പോവാം. നാളെ നമ്മ ആരും പണിക്ക് പോണില്ല. ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി കാര്യം. അവന്മാരുടെ ഒരു നോട്ടീസ്. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. ഇതൊരു സർക്കാർ ഓഫീസാണെന്ന് ഓർമ്മ വേണം. ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സാറേ. പുറമ്പോക്കിൽ നിങ്ങൾ എത്ര കാലം താമസിച്ചാലും നിങ്ങൾ സ്ഥിര താമസക്കാരല്ല. സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഒഴിയണം. ഞങ്ങൾ ഇപ്പൊ എവിടെ പോണോന്നാ സാറ് പറയണേ? ഞങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ലേ. നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. എന്റെ ശവത്തിൽ ചവിട്ടിയ സാറിന് എന്റെ പെര പഠിക്കാൻ പറ്റൂ. നിയമം നിയമത്തിന്റെ വഴിയേ പോകും. നഗരവികസനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വീട് ഒഴിപ്പിച്ചേ പറ്റൂ. സാറേ, ഞങ്ങൾ ഒഴിഞ്ഞുതരാം. ഞങ്ങക്ക് പെര വെക്കാൻ വേറെ സ്ഥലം തന്നാ മതി. സാർ ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോണുള്ളൂ. നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാറ് പോലീസിനെ വിളി. ഞങ്ങൾ പോലീസിനെ കുറെ കണ്ടതാ. സർക്കാർ നീതി പാലിക്കുക. കോളനി ഞങ്ങൾ ഒഴിവില്ല. ഒന്നും ഞങ്ങൾ മാറൂല്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ മരണം വരെയും സമരം ചെയ്യും. ഈ ഗുലാബ് സിന്ദാബാദ്. എല്ലാരും ഈ ഗുലാബ് സിന്ദാബാദ്. മരണം വരെയും സമരം ചെയ്യും. ഈ ഗുലാബ് സിന്ദാബാദ്. നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ അറിഞ്ഞു.
ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് നമുക്ക് ചില പരിമിതികളുണ്ട്. ഒന്നാമത് നമ്മ വികസന വിരുദ്ധരാവാൻ പറ്റില്ലല്ല. നിങ്ങളുടെ ഭാഗത്തിന് ന്യായമുണ്ട്. അവിടുന്ന് ഇറങ്ങിയ വേറെ ഇടവില്ല. നിങ്ങൾക്കറിയാല, ഞങ്ങൾ ഡെയിലി കിട്ടണേന്ന് കഴിഞ്ഞു കൂടി പോണ ആളുകളാ. നിങ്ങ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തരണം. നമ്മ പാർട്ടിക്ക് വേണ്ടി കുറെ കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതല്ലേ. ഞങ്ങൾക്കടെ പ്രശ്നം പാർട്ടി തീർത്തില്ല, പിന്നെ ആര് തീർക്കും? 10-20 കൊല്ലായി ഞങ്ങ അവിടെ കിടക്കണത് സാറേ. പക്ഷേ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മുടെ പാർട്ടിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ കോമ്പൻസേഷന്റെ കാര്യത്തില് നമ്മുടെ പാർട്ടി ഇടപെട്ട് എന്തേലും നടക്കുമെന്ന് നോക്കാം. നേതാവിനെ കാത്ത് ഞങ്ങൾ ഇത്രയും നേരം അവിടെ നിൽക്കാറുണ്ട്. കാണാത്തോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. അപ്പോഴായിരുന്നതേ ഇവക്കടെ പ്രോബ്ലം. നിങ്ങളുടെ മറ്റേ പാർട്ടി അവിടെ ഉണ്ടാ? അയാളെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അയാൾക്കടെ ആധാരത്തിൽ പറയണ സ്ഥലം എന്റെ പറമ്പിലേക്കുണ്ടെന്നാണ് അയാൾ പറയണത്. കോടതിയിലും പോലീസിലൊന്നും പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അഡ്ജസ്റ്റ് ആക്കി തരണം. അതൊക്കെ അഡ്ജസ്റ്റ് ആക്കാന്നേ അയാൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. അല്ല, അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യം നമ്മ അഡ്ജസ്റ്റ് ചെയ്യാന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് പോ. കാര്യമൊക്കെ കേട്ടിട്ട് നമ്മ ഇവിടുന്ന് പോണ്ട ലക്ഷണമാണ്. പെണ്ണും പെടക്കോഴും ഇല്ലാത്ത ഉനക്ക് എന്നാ വേണേലും പറയാം. ഈ കുളന്തയും കുട്ടിയോടും ഉള്ളവര് എങ്ക പോവാനാ? ഗവൺമെന്റിന്റെ പണി എന്താണ്? പെരപൊളിച്ച് മാറ്റലാണ്. നമ്മ തെണ്ടികളെ നിന്ന് തെണ്ടിയാണ് സർക്കാർ കാശുണ്ടാക്കണേ. എന്നിട്ടിപ്പോ നമുക്ക് തന്നെ പാര. നിനക്ക് പേടിയാണെങ്കിൽ നീ പോ. ഞങ്ങൾക്കടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ സർക്കാരിനോട് കളിക്കാൻ നിൽക്കണ്ട. അവരെന്തായാലും ഇത് പൊളിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നു. എടാ പേടി തൂറി, നീ വിട്ടു പോ. നമ്മ കളി തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയടാ. നമ്മ എങ്ങോട്ടേക്കും പോണില്ല. നിങ്ങൾക്കടെ വാടായി. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എന്നാലും അവരെ കൊലച്ചതി നമ്മാട് ചെയ്തല്ലോ. എല്ലാം ഉറപ്പിച്ചിട്ട് നമ്മ ഇനി ആ കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വീടൊഴിയാൻ കടലാസ് കിട്ടിയതേ ഉള്ളൂ. അവർക്കിടെ അടുത്ത് ഇത്ര വെക്കാം ഇതാരെന്ന് പറഞ്ഞു. ചുമ്മാണ്ടല്ല മനുഷ്യന്മാർ നന്നാവാത്തത്. ഒരു കണക്കിന് എല്ലാം ഒത്തു വന്നതാ. ഇതിപ്പോ ഇങ്ങനെയായി. എങ്ങനായിന്ന്? നമ്മക്കടെ വീട് ഒഴിയണോണ്ടാണെങ്കി അവരവർക്കടെ പാട് നോക്കട്ടെ. നിങ്ങ ഇങ്ങനെ കള്ളും കുടിച്ച് തെക്ക് വടക്ക് നടന്ന ഒരു കാര്യവും നടക്കൂല. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് നമ്മ ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നാ തോന്നണേ. നിങ്ങളുടെ വല്യച്ഛനെ ഒന്ന് പോയി കാണാ. എന്നിട്ട് കാര്യങ്ങൾ പറ. എന്തെങ്കിലും വഴിയുണ്ടോന്നൊന്ന് നോക്ക്. ഓ, ഇപ്പൊ നിനക്ക് വല്യച്ഛനൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? പണ്ടൊരു വില ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങ തമ്മി വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. അച്ഛൻ പോ നോക്ക്. എന്തേലും നടക്കണേ നടക്കട്ടെ. ചേച്ചിയെ ഒന്നിങ്ങോട്ട് വായോ. എന്താടാ ശിവ? എന്താ എന്താ എന്ത് പറ്റി? നീ ആവശ്യമില്ലാണ്ട് വല്ല ഓർത്ത് അസുഖം കൂട്ടാണ്ടി. ഇങ്ങോട്ട് പോൻ ചേച്ചി. പോണെങ്കി നമ്മ എല്ലാം ഒരുമിച്ചേ പോകൂ. അല്ല ഇവിടെ കിടന്നങ്ങ് ചാവൂ. അമ്മ കാളിയമ്മേ, നിങ്ങൾക്കടെ നിലയം പൂട്ടിയാ? നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് കച്ചവടം നടത്തിയേക്കാം. ഒരു പൈറ്റ് ഗോൾഡ് ഇടും. നീ എങ്ങോട്ടാ പോണേ? എങ്ങൾക്ക് തരിയാമേ. ഉനക്ക് വല്ല പെണ്ണും കുടുംബം ഇറുക്കാ? എന്റെ തള്ളെ ഒരു പായും തലേണയും നമ്മക്കടെ ഈ തടി. ഞാൻ പോണേണ്. അവന്മാര് വന്ന് പേരെ പൊളിക്കുമെന്നുള്ളത് ഉറപ്പാണോ? എന്റെ കാളിയമ്മേ, അവർ ഈ കോളനി പൊളിച്ചെടുക്കും. നിങ്ങ വേറെ വല്ല വഴി നോക്കിയാണ് നല്ലത്. ഇല്ലെങ്കിൽ പോലീസ് അടിച്ചിറക്കും. ഈ വയസ്സുകാലത്ത് വെറുതെ അടി മേടിക്കണ. എവിടെയും വെച്ച് കാണാട്ടാ. ടാറ്റ. രമചേച്ചിയുടെ കല്യാണം നടക്കൂല അല്ല അമ്മ? നമ്മ എന്തായാലും പോവേണ്ടി വരുന്നാ തോന്നണേ. നമ്മുടെ കോഴീനൊക്കെ വിൽക്കട്ടെ അമ്മ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ.
നീ വരുമ്പോ കുറച്ച് അരിയും കൂടെ മേടിച്ചോ. ലത ചേച്ചിയെ അവിടെയൊന്നും കണ്ടില്ല, അതാ ഞാനിങ്ങ് വന്നേ. നിങ്ങ പോണ എങ്ങനെ കണ്ടു നിൽക്കും മോമനെ? എങ്ങടാ പോണേന്ന് എനിക്കറിയില്ല ചേച്ചി. അങ്ങേര് പറഞ്ഞ് ഞങ്ങൾ കൂടെ പോണു. അമ്മയൊക്കെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമോ ചേച്ചി? ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? അന്ന പോലെ വരട്ടെ. ഇനിയിപ്പോ ഒരു കത്തെഴുതാൻ നമുക്ക് അഡ്രസ് പോലും ഇല്ലാണ്ടായി അല്ലേ ഓമനെ? ചേച്ചി, നിങ്ങൾക്കുടെ തീരുമാനം എന്താ? ഞാൻ ഇറങ്ങാണ് ചേച്ചി. നമ്മക്ക് ഇനി കാണോടാ? പോട്ടേടാ. കാളിയമ്മേ, ഞങ്ങൾ പോണു. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോവാണ്. ഇനി ഞാൻ എങ്ങോട്ട് പോവും? നിങ്ങളുടെ ശാപം കൊണ്ട് അവര് മുടിഞ്ഞു പോവുകയുള്ളൂ. എന്തിനാ തള്ളേ നിങ്ങൾ ഈ കടുങ്കൈ ചെയ്തത്? ഞാൻ നിങ്ങളെ നോക്കൂലായിരുന്നോ? അവന്മാര് പുളിക്കാരെങ്കിൽ വരട്ടെ. ഒരു കണക്കിന് അവര് ചെയ്തതാ നല്ല. കേറി കിടക്കാൻ ഒരിടമില്ലാതായ പിന്നെ ആര് നോക്കാനാണ്? നിനക്ക് എത്ര നാൾ അവരെ നോക്കാൻ പറ്റും? നിന്റെ പാട് കണ്ട ചത്തത് നിന്റെ തള്ളയാന്ന് തോന്നുള്ളൂ. വേലിച്ചേട്ടൻ, ഒരുപക്ഷെ ഇതെന്റെ തള്ളയല്ലെന്ന് ആര് കണ്ടു? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാണ്ട് എങ്ങനാ? ഓരോരോ ആളുകളായിട്ട് പോവാ. ചേച്ചി തന്നെ പറയ, ഞങ്ങ എങ്ങോട്ട് പോവാനാ? നാളേക്ക് മാറണോന്നല്ലേടി അവര് പറയണേ. പോണവരൊക്കെ പോട്ടെ, ഞങ്ങ ഉള്ളവരെതിർക്കും. പെര പൊളിക്കാൻ വന്നോരെ ജയിലിൽ കൊണ്ടിടട്ടെ. നമ്മ പോകാനൊന്നും ഇല്ലാത്തവർക്ക് പോലീസും പട്ടാളവും വന്ന എന്താ?
ഓടിവായോ ഓടിവായോ ഗോൾഡ് വിളിക്കാൻ പറഞ്ഞേ എല്ലാരും ഓടിവായോ 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 അച്ഛമ്മേ വേലമ്മ അമ്മേ ഓടിവായോ ഗോൾഡ് വിളിക്കാൻ പറഞ്ഞേ ഓടിവായോ ഓടിവായോ ഗോൾഡ് വിളിക്കാൻ പറഞ്ഞേ ചക്രനേതാ നമ്മുടെ വീടുകളിലേക്ക് പോലീസുകാർ വന്നിക്കണ്. ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് കോളനി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ വിവരം നിങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിക്കലല്ല എന്റെ ജോലി. ഞങ്ങളെ കൊന്നിട്ടേ സാർ ഇത് പൊളിക്കൂ. സമാധാനമായി പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്ത് സമാധാനം? ഞങ്ങൾ കിടക്കണ കുടി പൊളിച്ചിട്ടാണോ സമാധാനം? ഇത് നിങ്ങൾ പൊളിച്ചിട്ട് ഞങ്ങളുടെ പിള്ളേരായിട്ട് വഴി തെറ്റണോ? പറ. സർക്കാർ നീതി പാലിക്കുക. ജീവൻ ഞങ്ങളുടെ പോയാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറൂല. നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. ഞങ്ങളുടെ ജീവിതം നിങ്ങൾ കയ്യിലെടുത്തിരിക്കണേ. ഞങ്ങളെ തെരുവിലിറക്കിയ സാറിന് സമാധാനം കിട്ടുമോ? നിങ്ങളുടേത് അനധികൃത കുടിയേറ്റമാണ്. ഞങ്ങൾക്കിത് ഒഴിപ്പിച്ചേ പറ്റൂ. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. ചർച്ച് അവിടുത്തെ നേതാവ്. എല്ലാം ഫ്ലാറ്റ് ആക്കിക്കോ. ഇതിങ്ങനെ നിന്നാലേ അവന്മാർ വീണ്ടും വന്ന് ഇതിനകത്ത് കയറും. സംശയിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്യണോ. ആ ഇതു നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള കൂട്ടുകാരി വീടു വിട്ടുപോയി. ഓ വീടു വിട്ടുപോയി. ഇതു നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള കൂട്ടുകാരി വീടു വിട്ടുപോയി. ഓ വീടു വിട്ടുപോയി. ഇതു നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കംപ്ലീറ്റ് തെണ്ടികൾ ഉറങ്ങുകയാണല്ലോ. കൊള്ളാം. സർക്കാരായ ഇങ്ങനെ വേണം. ഒരു തെണ്ടിക്കും കിടക്കാൻ സ്ഥലം കൊടുക്കരുത്. ഇനി വഴി പോന്നവനൊക്കെ നമുക്കിടെ മുതുകത്ത് കയറി നിരങ്ങാല. ഈ ലോകം സമാധാനമായിട്ട് അവസാനിക്കില്ല.
ദേ അച്ഛൻ. നിങ്ങൾ കണ്ടുപിടിക്കാൻ ടൗൺ മൊത്തം ഞാൻ കറങ്ങി. ആ കോളനിയുടെ അവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നോ? അങ്ങോട്ട് ചെല്ലായിരുന്നില്ലേ? പോലീസുകാരോട് പായ വിരിച്ച് കിടത്തുമായിരുന്നല്ലോ. നീ തൊള്ള തുറക്കണ്ട, വണ്ടി കയറാൻ നോക്ക്. സാധനങ്ങളെല്ലാം എടുത്തോ. വല്യച്ഛന്റെ കാല് പിടിച്ച ഞാനൊന്ന് സമ്മതിച്ചത്. അവിടെ സൗകര്യമൊക്കെ ഉണ്ടോ? പിന്നെ സൗകര്യം അവിടുത്തെ ചാർത്തിലാ. നീ എണീക്കേ. എടാ ചൊക്ക, വാ പൊളിച്ചിരിക്കാണ്ട് സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്ക്. നിങ്ങളെ ഇവിടെ തനിച്ചാക്കിട്ട് പോകാൻ വിഷമമുണ്ട്. ചേച്ചി, നിങ്ങെങ്കിലും പോയി രക്ഷപ്പെടും. ഇനി ഇങ്ങോട്ടൊന്നും വരൂലേ? ഞങ്ങൾ ഒരുപാട് ദൂരേക്കാ പോണേ. രമ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കണം. കോട്ടേച്ചി, നിങ്ങ ഇങ്ങനെ വിശേഷം പറഞ്ഞോണ്ടിരിക്കാണ്ട് വണ്ടി കയറ്. അവരവരുടെ കാര്യം നോക്കിയപ്പോൾ വാ, വന്ന് വണ്ടിയെ കയറി. വണ്ടി നിർത്തണോ? ഒന്ന് ട്രൈ ചെയ്താലോ? എടാ, ഇത് മുറ്റിയ കേസാ. എടുത്തോ. അയ്യോ അയ്യോ അയ്യോ, അമ്മ, അമ്മ വിശക്കുന്നു അമ്മ. ഹലോ, എടി മല്ലിക, ഇങ്ങോട്ട് വാടി. നീ ഒറ്റക്ക് എങ്ങോട്ടാ? ശിവനെ വിടടി. ചേട്ടൻ രാവിലെ പോയതാ, എങ്ങടാന്നറിയില്ല. നിനക്ക് വിശക്കുന്നുണ്ടോ? എടി മല്ലി, കഷ്ടായടി. എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. നീ ഒരു പാട്ട് പാട്, പൈസ വരുവടി, എന്നിട്ട് നമുക്ക് ചോറിനാം. നീ പാടടി, ഇങ്ങോട്ട് വന്ന്. പാട്ട് പാടിയപ്പോ കാശ് വന്നത് നിന്റെ തള്ള പറഞ്ഞല്ലോ, തണ്ടണ്ടാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ടീ? നീ എന്റെ കൊച്ചിനെ തെണ്ടിക്കോടാ. നിന്റെ മനസ്സിലിപ്പ് നടക്കൂല. തേണ്ടാൻ എന്റെ പിള്ളേരെ കിട്ടൂല. നടക്കണോ? നടക്ക.
ചേട്ടനെ കാണുന്നില്ലല്ലോ അമ്മ. അവൻ ഇത്രയും താമസിക്കണല്ലോ. ഇരുട്ടിന് മുമ്പ് വീട്ടിൽ കയറണമെന്ന് ഞാൻ എപ്പോഴും പറയണതാ. അമ്മ എനിക്ക് വിശക്കുന്നു. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള നീ എന്താടാ ശിവ ഇത്ര താമസിച്ചേ? എന്നോട് പറഞ്ഞിട്ടില്ലേ ഇരുട്ടിന് മുമ്പ് വരണമെന്ന്? വഴി കിടക്കുന്നവൻ ഇരുട്ടിയാൽ എന്ത്, ഇരുട്ടി വെളുത്താൽ എന്ത്? നീ എന്തിനാ ഇയാളെയും കൊണ്ട് വന്നേ? അവൻ എനിക്കല്ല, ഞാൻ അവനാ കൂട്ടുവന്നേ. അമ്മ വഴക്കുണ്ടാക്കണ്ട, ഈ മരുന്ന് കഴിക്കി. എടി മല്ലി, ഇത് നിനക്ക് തിന്നാനാ. ആ തിന്ന് തിന്ന്, തെണ്ടി കിട്ടിയതാണേലും തിന്നുമ്പോ കുഴപ്പമില്ലല്ലോ. ഇതാരടാ വാങ്ങിയത്? പ്രായമായതുകൊണ്ട് ലോകപരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ, അത് അനുഭവിച്ചറിയണേ. ചെക്കനെ അടി വാങ്ങിച്ചോണ്ടാ വന്നേക്കണേ. എന്തു പറ്റിയടാ? പറയടാ, നിനക്കെന്താ പറ്റിയേ? അന്തസ് കാട്ടിരുന്ന വയറ് നിറയാൻ പോണില്ലല്ലോ. പണിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ച് തൂങ്ങിച്ചാവാൻ പറ്റുമോ? ഇല്ല, തെണ്ടിയിട്ടായാലും ജീവിക്കും. ചക്രവാണി, നീ എന്റെ കാര്യം നോക്ക്, ഞങ്ങക്കടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇത്രയായിട്ടും പവറിനൊരു കുറവുമില്ല. ഈ കൊച്ചിനെ പട്ടിണി കിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റണേ? ചേട്ടനും ചുമ്മാ തിരി. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള കൂട്ടുകാരി വീട് വിട്ടു പോയി. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട. ശിവ, നീ എന്നെ ഉന്തി അങ്ങോട്ട് ഇറക്കുവോ? ആ നിർത്ത് 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 നിർത്ത്. നീ വരണുണ്ട? അമ്മ അമ്മ ഉറങ്ങട്ടെ, നീ വാടി. കൈനീട്ടി
നീട്ടി കാണിക്കടാ.